എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഇപ്പോൾ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ പനീർ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണം. പിന്നെ കുറച്ച് സവാള, ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്വീറ്റ് കോണൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, മയോണൈസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മയോണൈസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മയോണൈസ് ഓപ്ഷണലാണ്. പക്ഷേ മയോണൈസ് ചേർക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സാൻഡ്വിച്ചിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് മയോണൈസ് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡിൽ വേണമെങ്കിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പ്ലെയിൻ ബ്രെഡിൽ നമ്മുടെ ഫില്ലിങ്സ് നിറച്ച് കൊടുത്തു. എന്നിട്ട് മറ്റൊരു സ്ലൈസ് ബ്രെഡ് വെച്ച് അത് അടച്ചിട്ട് നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അതും അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്ററിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്താലും മതി. അപ്പോൾ ഞാൻ പാനിൽ കുറച്ച് ബട്ടർ വെച്ചിട്ട് അത് ഉരുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ അമർത്തുന്ന ആ ഒരു ബലത്തിൽ സാൻഡ്വിച്ചിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ പനീർ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിൽക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.